ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറയുന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 2 ഒന്നാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പാവുന്നോ അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. അന്ന് മനുഷ്യരാശിക്ക് മുഴുവനും മനസ്സിലായി അവർ ഭരിക്കുന്നതിന്റെ ഭീകരത എത്രത്തോളമാണെന്ന്. ഇത്രയും നാൾ ഒരു കൂട്ടിനകത്തായിരുന്നു എന്നുള്ളതിന്റെ അപമാനം. ഞങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ടൈറ്റൻസിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കി മതിലിന് പുറത്തോട്ട് മനുഷ്യരെ കൊണ്ടുപോകണം. എന്നാൽ മനുഷ്യർക്കിടയിലും ടൈറ്റൻസ് ഉണ്ടെന്നുള്ള കാര്യം അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ആനി ലെയ്ൻഹാർട്ട് അങ്ങനെ ഒരു ടൈറ്റനായിരുന്നു. അവളൊരു ടൈറ്റനാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്നുള്ള കാര്യം മനസ്സിലാക്കി അവൾ പുറത്തോട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അതിൽ നിന്നും ഞങ്ങൾ അവളെ തടഞ്ഞു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവൾ അവളെ തന്നെ ഒരു ക്രിസ്റ്റലിന്റെ അകത്താക്കി മാറ്റി. അതെ, എല്ലാം അവസാനിച്ചു എന്ന് കരുതി. പക്ഷേ പെട്ടെന്നാണ് എല്ലാ സോൾജേഴ്സും മതിലിലോട്ട് നോക്കുന്നത്. ആനി രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്ത് മതിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്തതാ ഒരു ടൈറ്റൻ. ഇത് കണ്ട് ഒന്നും മനസ്സിലാവാതെ എല്ലാ സോൾജേഴ്സും അത് തന്നെ നോക്കി നിൽക്കുന്നു. എനിക്കറിയില്ല, ഒരുപക്ഷെ അതൊരു കോയിൻസിഡൻസ് ആയിരിക്കും എന്ന് ഹാൻജി ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുറകിൽ നിന്നും പാസ്റ്റർ നെക്ക് വിളിക്കുന്നത്. ദയവ് ചെയ്ത് അതിനെ സൂര്യപ്രകാശം കാണിക്കരുത് എന്ന് പാസ്റ്റർ നെക്ക് പറയുന്നു. സോ ഇത് കേട്ട് പാസ്റ്റർ നെക്കിനെ തന്നെ എല്ലാവരും നോക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കമാൻഡർ എർവിനെയും തന്റെ സ്ക്വാഡിനെയും ആണ്. സാർ, ആ മതിലിനകത്തുള്ള ടൈറ്റനെ ഒരു ഷീറ്റ് വെച്ച് തൽക്കാലത്തേക്ക് മൂടി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് സൂര്യാസ്തമയത്തിന് ശേഷം നോക്കാം എന്ന് ഓഫീസർ എർവിനോട് പറയുന്നു. സാർ, നമ്മൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെയൊരു കാര്യം ആരും സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാവില്ല. സങ്കല്പിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ കാര്യം. അതിനെപ്പറ്റി അറിയാവുന്നവരും ഉണ്ടായിരുന്നു, അറിയാത്തവരും ഉണ്ടായിരുന്നു എന്ന് എർവിൻ പറയുന്നു. ഇതേ സമയമാണ് എന്തിവിടെ നടക്കുന്നേ? ഇവിടെ വെച്ച് ടൈറ്റനുകൾ മതിലുമായിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിതിനെ പറ്റിയുള്ള ഒരു വിശദീകരണം പോലും കിട്ടിയില്ല എന്ന് മാർലോ പറയുമ്പോ, ശരിയാ, എനിക്കിപ്പോഴും പിടികിട്ടാത്തത് ഇത്രയും പേർ ഇവിടെ മരിച്ചു വീണിട്ടും അതിനൊരു വിശദീകരണം തരാത്തത് എന്താണെന്നാണ് എന്ന് ഹിച്ച് ചോദിക്കുന്നു. ശരി, ഇനി ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറയണം. ഒരു ടൈറ്റൻ എങ്ങനെയാണ് ആ മതിലിനകത്തോട്ട് വന്നത്? ഇതിനകത്ത് ടൈറ്റൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും താനും തന്റെ അനുയായികളും എന്തിനാണത് രഹസ്യമാക്കി വെച്ചത്? ഇത് കേട്ട് പാസ്റ്റർ നെക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ പള്ളി ഇപ്പോ ഒരു രക്തകളമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം നിങ്ങളാ. എത്രയും പെട്ടെന്ന് എന്നെ താഴെ ഇറക്ക്. ഓ, അതിനെന്താ, ഇറക്കാലോ എന്ന് പറഞ്ഞ ഹാൻജി പാസ്റ്റർ നെക്കിനെ മതിലിന് താഴോട്ടിടാൻ വേണ്ടി ശ്രമിക്കുന്നു. താനെന്താ കളിക്കുവാണോ? ഞങ്ങളിവിടെ ജീവൻ കളഞ്ഞു പോരാടുന്നത് എന്തിനാണെന്ന് തനിക്ക് അറിയോ? മനുഷ്യരാശിയെ ടൈറ്റൻസിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ. അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ഒരിക്കൽ പോലും ചോദിക്കില്ല. ഇതെന്റെ ഓർഡറാണ്. മറുപടി പറ. താൻ പറഞ്ഞില്ലെങ്കിലും പറയാൻ പറ്റുന്ന ഒരുത്തനെ ഞാൻ കണ്ടുപിടിച്ച് അവനെ കൊണ്ട് പറയിപ്പിക്കും. അല്ലെങ്കിലും ഇതിനൊന്നും തന്റെ ജീവൻ മാത്രം കളഞ്ഞാ പോരല്ലോ. എന്നെ വിട്, എന്നെ വിട്. ഇപ്പോ തന്നെ വിടണോ? ആ, വിട്ടേക്ക്. ഞാൻ ചത്താലും എനിക്ക് എന്റെ വിശ്വാസമാണ് വലുത്. അതുകൊണ്ട് എന്നെ വിട്ടേക്ക്, എന്നെ വിടാൻ എന്നും പറഞ്ഞുകൊണ്ട് പാസ്റ്റർ രണ്ട് കൈയും മലത്തി പിടിച്ചു നിൽക്കുന്നു. സോ ഇങ്ങേര് മരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഹാൻജി അവരെ വെറുതെ വിടുന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ പാസ്റ്റർ നിക്ക്. എല്ലാ മതിലുകൾക്കുള്ളിലും ഇതുപോലെ ടൈറ്റൻസ് ഉണ്ടോ എന്ന് ഹാൻജി പാസ്റ്ററോട് ചോദിക്കുന്നു. സ്ക്വാഡ് ലീഡർ, മതിലിന് പുറത്തു പോയപ്പോ പോലും എനിക്ക് ഇത്രയും ഭയം തോന്നിയിട്ടില്ല എന്നൊരു ഓഫീസർ പറയുന്നു. പെട്ടെന്നാണ് മണികളെല്ലാം മുഴങ്ങുന്നത്. ഒരു സോൾജർ കുതിരപ്പുറത്ത് അങ്ങോട്ട് ഓടി വരുന്നു. കമാൻഡർ എർവിനോട് പറഞ്ഞേ പറ്റൂ, വേഗം. വാൾറോസിനുള്ളിൽ ടൈറ്റൻസ്. സോ പിന്നീട് നമ്മൾ 12 മണിക്കൂർ മുൻപേ ഉള്ള ഒരു സീനാണ് കാണുന്നത്. വാൾറോസിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലം. സെഷയും കോണിയൊക്കെ ചൊറിയും കുത്തി അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്നും കുറച്ച് തെക്കോട്ട് പോയ എന്റെ ഗ്രാമമാണ് എന്ന് കോണി പറയുന്നു. ഇവിടെ അടുത്ത് തന്നെയാ എന്റെയും ഗ്രാമം എന്ന് സെഷയും പറയുന്നു. ഓ, ഇവരെന്താ നമ്മളെ മാത്രം വീട്ടിലോട്ട് പറഞ്ഞു വിടാത്തെ എന്ന് റെയ്നർ ചോദിക്കുന്നു. നമുക്ക് രാത്രി മുങ്ങിയാലോ എന്ന് കോണി സെഷയോട് ചോദിക്കുവാണ്. സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു വ്യക്തിയാവാതെ തിരിച്ചു ചെല്ലരുതെന്നാ എന്നോട് പറഞ്ഞേക്കുന്നേ എന്ന് സെഷയും പറയുന്നു. എന്നെ പോലെ ഒരു കുള്ളനെ ഒരു സൈനികനാവാൻ പറ്റില്ലെന്നാ എന്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞത്. പക്ഷേ എന്തും ചെയ്യാൻ കഴിവുള്ളവനായി പോയില്ലേ ഞാൻ. ക്ലാസ്സിൽ ഉയർന്ന മാർക്കുള്ള 10 പേരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. തിരിച്ചു പോയിട്ട് വേണം അവരുടെ മുമ്പിൽ ഒന്ന് നെഞ്ചും വിരിച്ചു നിൽക്കാൻ. കോണി, നീ ഇത് ശരിക്കും പറഞ്ഞതാണെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കും. എന്തിന് എന്ന് റെയ്നറിനോട് കോണി ചോദിക്കുന്നു. ഈ സാഹചര്യം വളരെ വിചിത്രമായിട്ട് നിനക്ക് തോന്നുന്നില്ലേ? നമ്മളെന്തിനാ ഇപ്പൊ ഈ സ്റ്റാൻഡ് ബൈയിൽ നിൽക്കുന്നത്? യൂണിഫോമും ഇല്ല, വെപ്പൺസും ഇല്ല. മാത്രമല്ല നമ്മുടെ സുപ്പീരിയേഴ്സ് എല്ലാവരും എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ മതിലുകൾക്കുള്ളിലല്ലേ, അല്ലാതെ മുൻനിരയിലൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാ ഇത്രയും ജാഗ്രത? ചില സമയങ്ങളിൽ ഇവിടെ കരടി വരാറുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും എന്ന് കോണി പറയുന്നു.
കരടിയെ കൊല്ലാൻ തോക്ക് പോരെ, പിന്നെ എന്തിനാ 3D മാനുവൽ ഗിയർ? ഇതൊക്കെ കേട്ട് ശശിക്ക് ബോറടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഡെസ്കിൽ തല വെച്ച് കിടക്കുന്നു. പെട്ടെന്നാണ് ആ ഡെസ്കിൽ അവൾക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത്. ഞെട്ടി എഴുന്നേറ്റ് അവർ വരുന്നു എന്ന് പറയുന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ അടുത്തൊരു ടൈറ്റൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം വാൾറോസ് തകർന്നു എന്നാണ്. മിക്കോ, കാമോ, വേഗമേറിയ 3 കുതിരകളെ വേഗം അയക്ക. എല്ലാ ഗ്രാമങ്ങളിലും പെട്ടെന്ന് വിവരം അറിയിക്കണം. തെക്കിൽ നിന്നും ടൈറ്റനുകൾ വരുന്നു. വാൾറോസ് തകർന്നു. സോ വാൾറോസ് തകർന്ന് ഇവരുടെ അടുത്തോട്ട് ഇപ്പോൾ ടൈറ്റനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം സശ അവരോടൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരതൊന്നും വിശ്വസിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നനാബ അങ്ങോട്ട് വരുന്നു. 500 മീറ്റർ തെക്കിൽ നിന്നും ടൈറ്റൻസ് വരുന്നു. തയ്യാറാവാൻ നിങ്ങൾക്ക് സമയമില്ല. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഗ്രാമങ്ങളിലും മനുഷ്യരിലേക്കും വിവരം എത്തിക്കൂ. തെക്കിൽ നിന്നും ടൈറ്റൻസ് വരുന്നു എന്ന് കേട്ടതോടുകൂടി കോണി ഞെട്ടുവാണ്. കാരണം അവന്റെ ഗ്രാമം അവിടെയായിരുന്നു. സോ മതിലുകൾ തകർന്നെന്ന് മനസ്സിലായ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും യാത്ര തിരിക്കുന്നു. അവരുടെ മുമ്പിൽ ഇപ്പോ ഒരു ഗ്രൂപ്പ് 9 ടൈറ്റൻസ് ആണ് വരുന്നത്. ടൈറ്റൻസിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അതിനു മുൻപേ ഈ ദിവസം വന്നു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യരാശി തോറ്റിരിക്കുന്നു. ഇല്ല, തോറ്റിട്ടില്ല. ഒരാൾ എപ്പോ തോറ്റു പിന്മാറുന്നോ അപ്പോഴാണ് പരാജയം ആരംഭിക്കുന്നത്. പോരാടുന്നവർ ഒരിക്കലും തോൽവി എന്തെന്ന് അറിയില്ല. ടൈറ്റനുകൾ കാടിനകത്ത് എത്തുമ്പോൾ എല്ലാവരും ഒരേ സമയം സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ 4 ഗ്രൂപ്പായിട്ടായിരിക്കും പിരിയാൻ പോകുന്നത്. 14 സ്ക്വാഡിന്റെ സൈനികർക്കൊപ്പം കയ്യിൽ ആയുധങ്ങളുള്ള സൈനികർ ഉണ്ടായിരിക്കും. 4 ഗ്രൂപ്പും 4 ദിശയിലോട്ടാണ് പോവേണ്ടത്. നിങ്ങൾ കൂടുതലും വിവരം കൈമാറാനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്നാൽ ലീഡർ ചോദിക്കുന്നു. സോ നോർത്ത് സൈഡിലുള്ള ഒരു കാടിനകത്താണ് തന്റെ ഗ്രാമം എന്ന് ശശ പറയുന്നു. ഈ സ്ഥലം എനിക്കറിയാം, കോണിക്കും അറിയാം സാർ. കോണി കോണി എന്ന് ശശ അവനെ വിളിക്കുന്നു. സൗത്ത് സൈഡിലാണ് എന്റെ ഗ്രാമം എന്നവൻ പറയുവാണ്. ഇത് കേട്ട് അവരെല്ലാവരും ഞെട്ടുന്നു. കാരണം ആ സൈഡിൽ നിന്നായിരുന്നു ടൈറ്റൻസ് വന്നിരുന്നത്. ദയവായി എന്നെ എന്റെ ഗ്രാമത്തിലോട്ട് പോവാൻ അനുവദിക്കണം. ശരി, സൗത്ത് സൈഡിലുള്ള ഗ്രൂപ്പിനെ നയിക്കേണ്ടത് നീയാണ് എന്ന് ലീഡർ അവനോട് പറയുന്നു. കോണി, നിന്റെ കൂടെ ഞാനും വരും. നിന്നെ സഹായിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് റെയ്നർ അവനോട് പറയുന്നു. നീ എന്ത് പറയുന്നു ബർഡോൾഡ്? പിന്നെന്താ, ഞാനും വരാം എന്ന് അവനും പറയുന്നു. അങ്ങനെ ടൈറ്റനുകൾ കാട്ടിനകത്ത് കയറുന്നു. ഇവരെല്ലാവരും സ്പ്ലിറ്റ് ചെയ്ത് പല വഴിക്ക് പോവാണ്. പെട്ടെന്ന് സൗത്ത് സൈഡിലോട്ട് പോകുന്ന ഗ്രൂപ്പിനെ ടൈറ്റൻസ് കാണുവാണ്. അവർക്ക് നേരെ ടൈറ്റൻസ് ഓടാൻ വേണ്ടി തുടങ്ങുന്നു. പെട്ടെന്ന് തന്നെ ഇവരുടെ അടുത്തോട്ട് ടൈറ്റൻസ് വരുമെന്ന് മനസ്സിലാക്കിയ അതിന്റെ ലീഡർ ടൈറ്റൻസിന് നേരെ ഓടുവാണ്. മിക്കോ, സൗത്ത് സൈഡ് ഗ്രൂപ്പിന്റെ ചുമതല നിനക്കാണ് എന്ന് പറഞ്ഞാണ് ആ സ്ക്വാഡിന്റെ ലീഡർ ആയിട്ടുണ്ടായിരുന്ന ആ ഓഫീസർ അവിടെ നിന്നും പോകുന്നത്. അവരതിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പോവാണോ? ആണെങ്കിൽ ഒറ്റയ്ക്ക് അവരെ കൊണ്ട് സാധിക്കില്ല, ഞാനും പോവാം എന്നൊരു ഓഫീസർ പറയുവാണ്. വേണ്ട, അതിനുള്ള ആൾക്കാരില്ല നമ്മളുടെ കൂട്ടത്തിൽ. അദ്ദേഹത്തെ കൊണ്ട് പറ്റും. ക്യാപ്റ്റൻ ലീവായി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത് കമാൻഡർ മിക്കാണ്. ഇതേ സമയം തന്നെ 4 ഗ്രൂപ്പുകളും വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുവാണ്. ഇതേ സമയം തന്നെ ക്യാപ്റ്റൻ നിക് ആ ടൈറ്റൻസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ഫീമെയിൽ ടൈറ്റന്റെ ഹാർഡനിങ് എന്ന കഴിവ് ഉപയോഗിച്ചിട്ടാണ് മതിലുകൾക്കുള്ളിലെ 3 മതിലുകളും ടൈറ്റൻസ് നിർമ്മിച്ചത്. കഴിഞ്ഞ സീസണിലെ ലാസ്റ്റ് എപ്പിസോഡിൽ ആനി ഒരു കല്ലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഹാർഡനിങ് എന്ന് പറയുന്നത്. പാസ്റ്റർ നെക്കിന് ഇതിന്റെ സത്യാവസ്ഥ അറിയാമെങ്കിലും അദ്ദേഹം പറയാൻ തയ്യാറാവുന്നില്ല. എറിൻ, നീ വീണ്ടും അടിയുണ്ടാക്കിയോ? ഞാനല്ല, അവന്മാരെ ആദ്യം ഓരോന്ന് പറയാൻ വന്നേ. ഞാനെന്താ കേട്ടില്ലെന്ന് വിചാരിച്ചിരിക്കണോ? പിന്നെ വീണ്ടും മിക്കാസ വേണ്ടി വന്നില്ലേ നിന്നെ രക്ഷിക്കാൻ? എറിൻ, ഒരാൾ എത്രയും വെറുക്കപ്പെട്ടവനാണെങ്കിലും തല്ലുണ്ടാക്കാൻ അതൊരു കാരണമൊന്നുമല്ല. നീ ഒരാണല്ലേ, അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് നീ മിക്കാസയെ സംരക്ഷിക്കണ്ടേ? സോ അപ്പോഴാണ് എറിൻ കണ്ണു തുറക്കുന്നത്. അവന്റെ മുമ്പിൽ മിക്കാസ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. പണ്ട് എറിൻ കൊടുത്ത സ്കാർഫ് അവളുടെ കയ്യിലിരിക്കുന്നുണ്ട്. അത് താഴെ വീഴുന്നു. എറിൻ അത് എടുത്തു നോക്കുവാണ്. അപ്പോഴാണ് മിക്കാസ കണ്ണു തുറക്കുന്നത്. എറിൻ അത് മിക്കാസയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഇരുന്ന് തൂങ്ങാതെ റൂമിൽ പോയി റെസ്റ്റ് എടുക്ക് എന്ന് മിക്കാസയോട് പറയുവാണ് എറിൻ. എറിൻ, മിക്കാസ എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ആർമിൻ വരുന്നു. ടൈറ്റനുകൾ വാൾറോസിനകത്ത് കടന്നു എന്നവൻ പറയുന്നു. സോ ഈ കാര്യം എല്ലാവരും അറിയുന്നുണ്ട്. ഓ നാശം, ഒന്ന് വിശ്രമിക്കാനും സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ലീവൈ അങ്ങോട്ട് വരുന്നു. നിനക്ക് പോവാൻ പറ്റുമോ എന്ന് എർവിൻ ചോദിക്കുന്നു. വേറെ വഴിയില്ലല്ലോ. 104 സ്ക്വാഡിന്റെ മേൽനോട്ടം മിക്കയെ ഏൽപ്പിച്ചത് നന്നായി. അദ്ദേഹത്തിന് ഈ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നൊരു ഓഫീസർ അവരോട് പറയുന്നു. ഇതേ സമയം തന്നെ മിക്കയെ കാണിക്കുവാണ്. മുൻപിലുള്ള ടൈറ്റൻസിനെ എല്ലാം വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുവാണ് മിക്ക. 5 എണ്ണത്തിനെ തീർത്തു. ഇനി 4 എണ്ണം കൂടി. എന്തായാലും പിൻവാങ്ങാനുള്ള സമയമായി. അവർക്ക് ഗ്രാമത്തിലെത്താനുള്ള സമയം നേടിക്കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മിക്ക അവന്റെ കുതിരയെ വിളിക്കുവാണ്. പക്ഷേ എന്നെ അലട്ടുന്നത് ആ അബ്നോർമൽ ടൈറ്റൻ ആണ്. അതിന് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ് മിക്ക ഒരു ടൈറ്റനെ നോക്കുന്നു. കണ്ടു കഴിഞ്ഞ കുരങ്ങനെ പോലെയുള്ള ഒരു ടൈറ്റൻ. ഒരു 17 മീറ്റർ എങ്കിലും കാണും.
എന്താ വലിപ്പം എന്ന് പറഞ്ഞ് മിക്ക നോക്കിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പോഴാണ് അവന്റെ കുതിര അതുവഴി ഓടി വരുന്നത്. പെട്ടെന്നതാ ആ ടൈറ്റൻ കുതിരയെ കയ്യിൽ പിടിക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നേ എന്ന കാര്യം മിക്കയ്ക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ആ കുതിരയെ നിക്കയ്ക്ക് നേരെ എറിയുവാണ് ആ ടൈറ്റൻ. സോ അതിൽ നിന്നും രക്ഷപ്പെടാൻ മിക്കയെ കൊണ്ട് സാധിച്ചില്ല. തെറിച്ചുപോയി താഴെ ഉണ്ടായിരുന്ന ടൈറ്റന്റെ കയ്യിലോട്ടാണ് മിക്ക നേരെ വീഴുന്നത്. ആ ടൈറ്റൻ മിക്കയെ വിഴുങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്നതാ നിർത്ത് എന്നൊരു ശബ്ദം കേൾക്കുന്നു. ഇത് കേട്ട് ആ ടൈറ്റൻ നിർത്തുന്നു. ആ വലിയ അബ്നോർമൽ ടൈറ്റനായിരുന്നു സംസാരിച്ചത്. പതിയെ നടന്നു വന്ന് അത് അവരുടെ അടുത്ത് വന്നിരിക്കുന്നു. വീണ്ടും ആ ചെറിയ ടൈറ്റൻ നിക്കിനെ കടിക്കുവാണ്. നിർത്താനല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് ആ അബ്നോർമൽ ടൈറ്റൻ ആ കുഞ്ഞു ടൈറ്റനെ നെക്കി അങ്ങ് പൊട്ടിക്കുന്നു. താഴെ വീണ മെക്കിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ആയുധമില്ലേ, അതിന്റെ പേരെന്താ എന്ന് ആ ടൈറ്റൻ ചോദിക്കുന്നു. ഇത് കേട്ട് അവൻ ആ ടൈറ്റനെ തന്നെ നോക്കി നിൽക്കുന്നു. നിങ്ങളുടെ ഈ ഇടുപ്പിലുള്ള ആ ആയുധം നിങ്ങളെ എങ്ങനെ പറക്കാൻ സഹായിക്കുന്ന അതില്ലേ, അതിനെ പറ്റിയാ ഞാൻ ചോദിച്ചേ. ഇത് കേട്ട് നിക്കിന്റെ കിളി മൊത്തമായിട്ട് അങ്ങ് പോവാണ്. അവനെ കൊണ്ട് മിണ്ടാൻ സാധിക്കുന്നില്ല. ഞാൻ കരുതി നമ്മൾ രണ്ടുപേരും ഒരേ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്ന്. പക്ഷേ പേടികൊണ്ട് നിനക്കൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. എന്തായാലും നിങ്ങൾ വാളുകളാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോ ഞങ്ങൾ കഴുത്തിന് പുറകിലാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലേ. എന്തായാലും അത് ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ 3D മാനുവൽ ഗിയർ എടുത്തുകൊണ്ട് ആ ടൈറ്റൻ അവിടെ നിന്നും പോകുന്നു. ഇതൊക്കെ കണ്ട് നിക്ക് ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ്. ഒരാൾ പോരാട്ടം എപ്പ അവസാനിപ്പിക്കുന്നുവോ അപ്പോഴാണ് പരാജയം ആരംഭിക്കുന്നത് എന്ന് നിക്ക് നനാബയോട് പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. പോരാടിക്കൊണ്ടിരിക്കുന്നവന് ഒരിക്കലും തോൽവി എന്താണെന്ന് അറിയില്ല ഡേ എന്നും പറഞ്ഞുകൊണ്ട് നിക്ക് ആ ടൈറ്റനെ വിളിക്കുന്നു. തിരിഞ്ഞോക്കിയ ടൈറ്റൻ അവിടെ ഉണ്ടായിരുന്ന മറ്റു ടൈറ്റൻസിനോട് അവനെ കഴിച്ചോ എന്ന് പറയുന്നു. ആ ടൈറ്റൻസ് എല്ലാവരും ചേർന്ന് നിക്കിനെ അങ്ങ് കടിച്ചു മുറിക്കുന്നു. അപ്പോ നിനക്ക് സംസാരിക്കാൻ കഴിയൂല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ അബ്നോർമൽ ടൈറ്റൻ അവിടെ നിന്നും പോകുന്നു. ടൈറ്റൻസിന്റെ കയ്യിൽപ്പെട്ട് ജീവന് വേണ്ടി നിലവിളിക്കുന്ന മിക്കയെ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ടൈറ്റനായി മാറിയ എറിൻ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ വളരെ വിചിത്രമായിട്ടുള്ള ഈ ടൈറ്റൻ എന്തിനായിരിക്കും സംസാരിക്കുന്നത്? ഇതിനകത്തും ഒരു മനുഷ്യനായിരിക്കോ? ഇനിയാണെങ്കിൽ അതാരായിരിക്കും? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.